ഇടത്തും ഒരുങ്ങുന്നത് കൊച്ചിയിൽ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. മൈൻ ഡ്രൈവിൽ ക്ലാസിക് ഇംപീരിയൽ എന്ന ഒരു ആഡംബര നൗകയിൽ ഫുട്ബോൾ ആരാധകർക്ക് വേണ്ടി സൗജന്യ സ്ക്രീനിംഗ് ആണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 100 പേർക്കായിരിക്കും പ്രവേശനം. ലോകകപ്പ് ഫൈനൽ മത്സരം കാണുന്നതിന് വേണ്ടി വിപുലമായ സജ്ജീകരണങ്ങൾ എമ്പാടും ചെയ്യുന്നുണ്ട്. അത് പല ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ, അങ്ങനെ മറ്റു പല സംഘടനകളുടെ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലെല്ലാം നമുക്ക് വഴിവക്കിലടക്കം ചെറിയ സ്ക്രീനുകൾ, വലിയ സ്ക്രീനുകൾ, അതോടൊപ്പം തന്നെ മൾട്ടിപ്ലക്സുകൾ, അങ്ങനെയെല്ലാം കാണാം. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് പുതിയൊരു കാഴ്ചയുടെ അനുഭവം സമ്മാനിക്കുകയാണ് കൊച്ചിയിൽ. നമ്മളിത് നോക്കുന്നു, കൊച്ചിയുടെ തീരത്ത് അറബിക്കടലിന്റെ മനോഹാരിത, ഈ കാര്യങ്ങളുമെല്ലാം തന്നെ സമ്മേളിക്കുന്ന ഒരു ഇടത്ത് അവിടെ അതിനു വേണ്ടിയുള്ളൊരു സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത് ഇവിടെയുള്ള വലിയ ആഡംബര നൗകയായ ക്ലാസിക് ഇംപീരിയലിലാണ്. ക്ലാസിക് ഇംപീരിയൽ ഇതിനു മുൻപും നമ്മൾ വാർത്തകളിലെല്ലാം ഇടം നേടിയിട്ടുള്ളതാണ്. ആ ക്ലാസിക് ഇംപീരിയലില് വിപുലമായ രീതിയിലുള്ളൊരു സജ്ജീകരണങ്ങൾ ആരാധകർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. ഇതൊരു ഒരു പുതിയ ഒരു സ്റ്റേഡിയത്തിലെല്ലാം തന്നെ ഇരുന്ന് കാണുന്ന അതേ ഒരു ഫീലിംഗ് എല്ലാം തന്നെ നൽകുന്ന വലിയ സ്ക്രീനോടുകൂടിയ ഒരു അനുഭവമാണ് നൽകുന്നത്. ഇതിലേക്ക് വരുമ്പോൾ കാണുക, ഇതിന്റെ അകത്ത് വിശാലമായ രീതിയിൽ വലിയ സ്ക്രീൻ ഇതിനകത്തുള്ളതാണ്. ആ രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. കാണികൾക്ക് ഇവിടെ ഇരിക്കാം. പൂർണ്ണമായും സൗജന്യം എന്ന രീതിയിലാണ് ആ ദിവസം. നാളെ അർദ്ധരാത്രി കളി നടക്കുമ്പോൾ അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള, അതായത് സഞ്ചാരത്തിനുള്ള സ്വാതന്ത്ര്യം കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഇത് നങ്കൂരമിട്ടിരിക്കുന്ന ഇടത്ത് തന്നെയാണ്. ഇവിടെ ആളുകൾക്ക് വരാം, സൗജന്യമായിട്ട് ഇവിടേക്ക് കടന്നു വന്നുകൊണ്ട് ഇവർക്ക് ഇവിടെ സ്നാക്സും സൗകര്യങ്ങളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. അങ്ങനെ കാണുക, വലിയ സ്ക്രീൻ, അതിൻ്റെതായൊരു ശബ്ദ മികവോടെ ഇത് സ്റ്റേഡിയത്തിനകത്ത് നിന്ന് കളി കാണുന്ന രീതിയിലെല്ലാം തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു. ഇവിടെ നിഷി ക്ലാസിക് ഇംപീരിയലിന്റെ ഉടമയാണ്. നിഷി, എന്താണ് ഇങ്ങനെ ഒരു പുതിയൊരു ആശയം ഇതിലേക്ക് വരുന്നത്? അതായത് വേൾഡ് കപ്പ് തുടങ്ങിയിട്ട്, ക്ലാസിക് ഇംപീരിയൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 വർഷമായി. വേൾഡ് കപ്പ് അത് കഴിഞ്ഞിട്ട് വന്ന ആദ്യത്തെ ഫൈനലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ആരാധനാപരമായ മെസ്സി ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആളുകൾക്ക് സൗജന്യമായിട്ടൊന്ന് കാണണം. നമ്മുടെ ആളുകൾക്കൊക്കെ ക്രൂസിലിരുന്ന്, അതായത് ഇന്ത്യയിൽ തന്നെ അങ്ങനെ ഒരു ക്രൂസിൽ ഫ്രീ ആയിട്ട് ചെയ്യണ ആരും ഉണ്ടാവില്ല. ആ ഒരു സന്തോഷം നമുക്ക് എല്ലാവരും പൈസക്ക് വേണ്ടിയൊക്കെ ടിക്കറ്റിനൊക്കെ ചോദിച്ചു. നമുക്ക് അങ്ങനെ കൊടുക്കുന്നില്ല, ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഞങ്ങളെ പൊഞ്ഞിക്കര കുസീൻ ഞങ്ങളുടെ തന്നെ റെസ്റ്റോറന്റ് ആണ്. അവിടെ നിന്നാണ് നമ്മൾ ടീ ആൻഡ് സ്നാക്സ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ കറുകപ്പള്ളിയിൽ DRK ഒക്കെ വെച്ച് നിങ്ങൾ ചാനലുകാരൊക്കെ കാണിക്കുമ്പോൾ അവർ എത്രയോ ആളുകൾക്കാണ് ഫ്രീ കൊടുക്കുന്നത്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മളും ഒരു പരിപാടി ചെയ്യണം. DRK ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്യണത്. DRK നാളെ 4 മണി മുതൽ ആഘോഷമാണ് അവിടെ, ഒന്നും പറയാനില്ല. പിന്നെ ഇത് ഒരു ഇന്ത്യയിൽ തന്നെ ഇതേപോലെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുണ്ടാവൂല. അതായത് 1.5 കോടി രൂപയുടെ മേയറിന്റെ ശബ്ദം തന്നെയാണ് ഇവിടെ ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ലിമിറ്റഡ് സീറ്റ്സ് ആണ്. ഇനി ഏകദേശം ഇപ്പൊ നമുക്കൊരു 90 സീറ്റോളം ആയി. ഇനി ഒരു 10-40 സീറ്റും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ 150 റിസ്ട്രിക്ട് ചെയ്തേക്കണയാണ്. അപ്പൊ ഇവിടുന്ന് കുറച്ച് സിനിമാക്കാരും പത്രക്കാരെയൊക്കെ ഞങ്ങൾ ക്ഷണിക്കണം. നമ്മുടെ ചാനലുകാരൊക്കെ നമ്മൾ വന്നം, പത്രവും ചാനലൊക്കെ വന്നം. കാരണം മീൻസ് അവർക്ക് ഇവിടെ നിന്ന് കളി കാണാനുണ്ട്, റിപ്പോർട്ട് ചെയ്യാനല്ല. സ്റ്റേഡിയത്തിന്റെ അതെ ആ ഒരു ഫീലോടുകൂടി ഞങ്ങൾ ക്ലാസ് സ്കൈലൈൻ ഇംപീരിയൽ എന്ന് പറഞ്ഞ ഫ്ലാറ്റിലെ ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ കുറച്ച് സുഹൃത്തുക്കൾ, പിന്നെ നമ്മുടെ കുറെ വെൽ വിഷേഴ്സ്, പിന്നെ കുറെ ആൾക്കാർ ഞങ്ങളെ ഇത് കണ്ടിട്ട് വിളിച്ചു. അവർക്കൊക്കെ നമ്മൾ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഏതായാലും വലിയ ഒരു സംവിധാനങ്ങളും എല്ലാമായിട്ട് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഒരു സ്റ്റേഡിയത്തിനകത്ത് ഇരിക്കുന്നത് പോലെയുള്ള ഒരു സജ്ജീകരണങ്ങളാണ്. കാരണം ഒരു ശബ്ദം വലിയ രീതിയിൽ തന്നെ ആരാധകർക്ക് ആസ്വദിക്കാൻ കഴിയാവുന്ന രീതിയിൽ ആണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് കാണാം, ഈ വലിയ സ്ക്രീനിൽ ഈ ഓളത്തിലിരുന്നു കൊണ്ട് ഇതെല്ലാം കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്കാണ്. ഏതായാലും പുതിയ ഒരു അനുഭവം, കാഴ്ചയുടെ പുതിയൊരു അനുഭവം, ആസ്വാദനത്തിന്റെ പുതിയൊരു അനുഭവം സമ്മാനിക്കാനായിട്ട് ഒരുങ്ങിയാണ്. അങ്ങനെ വൈവിധ്യമാർന്ന ലോകകപ്പിനെ, അതിന്റെ ഫൈനലിനെ കാണുന്നതിന് വേണ്ടി, ആസ്വദിക്കുന്നതിന് വേണ്ടി തീർത്തും വൈവിധ്യമാർന്ന രീതിയിലാണ് ആരാധകർ ഒരുങ്ങുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനി പോൾ, News 18. ഫിഫ ലോകകപ്പിൽ ഏത് ടീമിനെയാണ് പിന്തുണയ്ക്കുന്നത് എന്ന് പറയേണ്ടി വന്നാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്നാണ് ശശി തരൂർ MP പറയുന്നത്. റിസ്ക് എടുക്കാനില്ല, ഇന്ത്യക്ക് ഒരു ടീം ഉണ്ടാവണമെന്നാണ് ആഗ്രഹമെന്നും ശശി തരൂർ പറഞ്ഞു.
അതറിയാം, ലോകം എല്ലാവർക്കും അറിയാലോ. ഞാൻ പറയട്ടെ, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഞാൻ റിസ്ക് എടുക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, വലിയ സന്തോഷത്തോടെ എല്ലാവരും കാണട്ടെ. അത് നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷം തന്നെയാണ്. കേരളക്കാർക്ക് നമ്മുടെ ഭാരതത്തിൽ അവർക്ക് ഫുട്ബോളിൻ്റെ ആ സ്നേഹം, ആ പ്രേമമുള്ളത് വേറെ ഏത് സംസ്ഥാനം ഇതുപോലെ കാണില്ല. അപ്പോൾ നല്ല തന്നെ അവർ കണ്ടോട്ടെ. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം, ഒരു ദിവസം നമ്മളുടെ മലയാളി കുട്ടികൾക്ക് ഒരു ഇന്ത്യൻ ടീമിന് പിന്തുണ കൊടുക്കാൻ ഒരു അവസരം വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതിപ്പോൾ അവർക്ക് കാണാൻ, മറ്റേ ടീമുകളെ കാണാൻ മാത്രമുള്ള ഭാഗ്യമുണ്ടാവും. പക്ഷേ അത് കണ്ട ശേഷം അവരുടെ കഴിവും അവർ വേൾഡ് ക്ലാസ് കളിയും ഒക്കെ കണ്ട ശേഷം നമ്മളുടെ യുവാക്കൾ കുറച്ചൊരു ഇൻസ്പയർഡ് ആവട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.